ജാമ്യം കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. സാരമില്ല വക്കീലെ, ഞാൻ വനിതാ ജയിലിലേക്ക് ഒന്ന് കണ്ടിട്ട് വരാം. അതെ, നീ വിചാരിക്കുന്നത് പോലെ ജയില് സുഖവാസ കേന്ദ്രമൊന്നുമല്ല. നല്ല കൂടിയേനും കുറ്റവാളികളാ അതിനകത്തുള്ളവര്. കിടന്നുറങ്ങുമ്പോ കഴുത്തെറുത്തോണ്ട് പോകുന്ന ടീംസാണ്. അവിടുന്ന് നീ ഒരു പീസായിട്ട് തിരിച്ചു വന്നാ നിന്റെ ഭാഗ്യം. വെറുതെ ആ കുട്ടിയെ പേടിപ്പിക്കില്ലേ? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. ജയിലിനകത്തേക്ക് കേറും മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലേ? ദാ, നിനക്ക് ജയിലിലേക്കുള്ള ടിക്കറ്റ് ശരിയാക്കി തന്ന നിന്റെ പുന്നാര ചേച്ചി. വെറുതെ എന്തിനാ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നേ? എനിക്ക് ജാമ്യം കിട്ടാത്തതിൽ ഒരുപാട് സന്തോഷമായി കാണുമല്ലോ. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യവും എനിക്ക് സന്തോഷം ഉണ്ടാക്കില്ല എന്ന് നിനക്കറിയില്ല മോളെ. എന്നിട്ടാണോ ഇവൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചു വെച്ചത്? എന്നെ പീതാംബരന്റെ കൊലയാളിയാക്കി ചിത്രീകരിച്ച് ഗിരിയേട്ടനെ രക്ഷിക്കാൻ ചേച്ചി ഒരുക്കിയ പ്ലാൻ കൊള്ളാം. നേരിട്ട് ഐശ്വര്യ മാഡത്തിന് തെളിവുകൾ കൊടുത്തു കഴിഞ്ഞ എല്ലാവരും എന്നെ ചതിച്ചതിന് ചേച്ചിയെ കുറ്റം പറയുന്ന തോന്നിയുണ്ടായിരിക്കും വനിത വഴി കൊടുപ്പിച്ചത്. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ മാഡത്തിന് തെളിവുകളൊന്നും കൊടുക്കാത്തതുകൊണ്ടാ മഞ്ജുന് സസ്പെൻഷൻ കിട്ടിയത്. അപ്പോ ചേച്ചിയുടെ സസ്പെൻഷൻ ഉത്തരവാദി ഞാനാണ്. അങ്ങനെയല്ല മോളെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടി മഞ്ജു ആവുന്നത് ശ്രമിച്ചതാ. അവളെ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ല. നമുക്ക് പോവാം. നടക്കടി. അയ്യോ, കൊണ്ടുപോലേ. ആഹാ, ഇപ്പോഴാണ് ജയിച്ച പോലെ തോന്നുന്നത്, അല്ല? പിന്നെ അല്ലാതെ. നമ്മളെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് ഇവളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലടാ. നീ ഞങ്ങൾക്ക് തന്ന പണികളെല്ലാം ബൂമറാങ്ക് ആയിട്ട് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് കണ്ടോ? ഒരു കൊലക്കേസ് പ്രതിയായ സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ നിന്നെ കോഴ്സിൽ നിന്ന് പിരിച്ചുവിടും. മാനേജ്മെന്റിൽ ഗോപാജി ഉള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം എളുപ്പമായി. ജയിലിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ എല്ലാ തിക്ത അനുഭവങ്ങളും നിനക്ക് ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ നിമിഷം ഓർത്തു വെക്കാൻ ഒരു സെൽഫി എടുത്താലോ? ഇത് കോടതി വെളുപ്പാണ്. ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാനുള്ള ഭവിഷ്യത്ത് നിനക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ഓടെ വിടുന്നു. നിന്നെ കാണിച്ചു തരണ വക്കീലേ. ഓടാ. അവന്മാരെന്തെങ്കിലും പറഞ്ഞു ചൊറിയാൻ വന്നാലും പ്രതികരിക്കാൻ നിൽക്കരുത്. ഇപ്പൊ സപ്പോർട്ടിന് ഞാനില്ലാന്ന് മറക്കരുത്. മതി മതി, റിഞ്ച് പ്രേമം. വാ പോവാം. ഓടി നടക്ക്. വാടാ. നമസ്കാരം സാറേ. അറിയേ, നിന്നെ ബാറിന്റെ വഴിക്കൊന്നും കാണാനേ ഇല്ലല്ലോ. ഓ, ആ ഗിരി ഉള്ളപ്പോ ഞങ്ങളുടെ കച്ചവടം വലുത് അവിടെ നടക്കുമോ സാറേ? മയക്കുമരുന്ന് വിറ്റതിന് ഭീമണ്ണനെ തന്നെ ആ ഗിരി പൂട്ടി. പിന്നെ ഞങ്ങളുടെ കാര്യം പറയണോ? ഗിരിയെ ഞങ്ങൾ പിരിച്ചുവിട്ടു. ആ, ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ അങ്ങോട്ട് പോരെ. പഴയ പരിപാടികളെല്ലാം നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. അല്ല, ഇവിടെ ആയിട്ട് എത്ര മാസമായി? കഷ്ടി 1 മാസം.
എത്ര കൊല്ലത്തേക്കാ ശിക്ഷ? 7 കൊല്ലത്തേക്കാ. ഓ, അത് പിന്നെ ഒരു വിഷയമല്ല. ജയിൽ എനിക്കെന്റെ തറവാട് പോലെയല്ലേ. ഇവിടെ ആകുമ്പോ ഭക്ഷണത്തിനും താമസത്തിനും ഒരു ടെൻഷനും വേണ്ട. തിരിച്ച് നാട്ടിലേക്ക് ഇറങ്ങിയ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കാശാ. ആ കാശിന്റെ ആവശ്യം തീർക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. ഒരു പണിയുണ്ട്, അത് വൃത്തിയായിട്ട് ചെയ്തു തീർത്താ നല്ലൊരു തുക കിട്ടും. നിനക്ക് സെറ്റിലാവും. ഭീമൻ സൂചിപ്പിച്ചില്ലേ? അണ്ണൻ കുറച്ച് കാശ് തടയുന്ന കേസാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് പറയുന്ന അണ്ണൻ പറഞ്ഞേ. സംഗതി കുറച്ച് റിസ്ക് ഉള്ള കാര്യാ. ഈ ജയിലിനകത്തുള്ള ഒരുത്തിയെ തട്ടിക്കളയണം. അത്രേ ഉള്ള കാര്യം. ആളാരാ? ഇവളാ. പേര് മഹിമ. പഴയ മാധവൻ പോലീസില്ലേ, അയാളുടെ മോളാ. ആണോ? ആ സത്യസന്ധം കാരണം ഞാൻ പല തവണ ജയിലിലായതാ. അവന്റെ മോളെ കൊല്ലാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ കിട്ടിയല്ലോ. എനിക്കത് മതി. ആകെ ബീഡിക്കുറ്റിയുടെ അത്രയല്ലേ ഉള്ളൂ. ഇവളെ കണ്ടാൽ അറിയാം ആരോഗ്യമില്ലാത്ത ഒരുത്തിയാണെന്ന്. അങ്ങനെ പൊക്കം കണ്ടിട്ടൊന്നും തീരുമാനിക്കണ്ട. അവളുടെ ഇടിക്ക് നല്ല പവറാ. എന്താ സാറേ, സാറിന് കിട്ടിയിട്ടുണ്ടോ? നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഇവിടെ തീർത്ത ഭീമൻ നിന്നോട് പറഞ്ഞ തുക ഞങ്ങൾ തരും. എന്നാൽ അവളുടെ കാര്യം ഞാൻ ഏറ്റു. പിന്നൊരു കാര്യം, ഒരു കാരണവശാലും ഞങ്ങളാണ് ഇതിന് പിന്നിലെന്ന് ഒരാളും അറിയരുത്. അത് ഞാൻ ഏറ്റു സാറേ. കാശ് തന്ന് ജോലി ഏൽപ്പിക്കുന്നവർ മറിയയ്ക്ക് ദൈവത്തെ പോലെയാ. അവരെ ഞാൻ ഒരിക്കലും ചതിക്കില്ല. അത് മതി. നമുക്ക് തമ്മിൽ സംസാരിക്കാൻ ഇവിടെ ഒരു ഓഫീസറെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഫോണിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ അവരാ ഫോൺ നിനക്ക് തരും. ശരി സാറേ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. നീ തീർന്നു മഹിമേ.